നമ്മളിപ്പോൾ ഉള്ളത് രാമക്കൽമേടിന് സമീപമുള്ള ബാലംപിള്ള സിറ്റി എന്ന സ്ഥലത്താണ്. ഇവിടെയുള്ള അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് രാമക്കൽമേടിൻ്റെ മനോഹര ദൃശ്യങ്ങളിലേക്ക് പോകാം. നമ്മൾ കമ്പംമെട്ട് നിന്ന് വരുന്ന വഴിയിലാണ് നമ്മൾ വന്നത്. ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന റോഡ് തൂക്കുപാലത്തു നിന്ന് വരുന്നതാണ് രാമക്കൽമേടിലേക്ക് വരുന്നത്. നമ്മളിവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് രാമക്കൽമേടിന് പോവുകയാണ്. രാമക്കൽമേടിന് സമീപം റിസോർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. വരുന്ന ആളുകൾക്കൊക്കെ നല്ലപോലെ താമസിക്കാനായിട്ട് റൂമുകളൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. കിലോമീറ്ററോടെ ചെന്ന് കഴിഞ്ഞാൽ രാമക്കൽമേടിൻ്റെ ടോപ്പിലേക്ക് എത്തുകയാണ്. റിസോർട്ടുകളൊക്കെ ഒത്തിരി പണിയുന്നുണ്ട് കേട്ടോ. ആ പണിയുന്നൊക്കെ റിസോർട്ടുകൾ പണിയുന്നുണ്ട്. പുതിയതായിട്ട് പണിയുന്ന റിസോർട്ടുകളൊക്കെയാണ്. ചേർന്ന് ഇവിടെ അടുത്ത് തന്നെ വലിയ റിസോർട്ടുണ്ട്. അത് നേരത്തെ പോലെ ഉള്ളതാണ്. അവധി ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും ഇവിടെ. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പിന്നെ അല്ലാതെയൊക്കെ ആയിട്ട് ഇന്നുമുണ്ട് വണ്ടിയുണ്ട്. ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. നല്ല തിരക്കുണ്ട്. പക്ഷേ ഈ ടോപ്പിൽ വരുന്ന ആൾക്കാർക്കൊന്നും ഇതിൻ്റെ നമ്മൾ പോയ പോലെ ഇതിൻ്റെ ബോട്ടം താഴെ അടിവാരം പോകാനായിട്ട് അറിയത്തില്ല. ഓഫ് റോഡ് ജീപ്പുകൾ ഒരുപാടുണ്ട്. ഓഫ് റോഡ് പോകുന്ന ജീപ്പുകളാണ് ഇഷ്ടംപോലെ ഉണ്ട്. ഒത്തിരിയാണ്. രാമക്കൽമേട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. രാമക്കൽമേട്ടിലെ ഒരു അമ്പലമാണ് ഇത്. എൻട്രൻസ് ആണ് കേട്ടോ. ഇതാണ് രാമക്കൽമേടിൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്നാണ് നമ്മൾ കുറവൻ കുറത്തി സ്റ്റാച്ചു കാണാനായിട്ട് കയറി പോകേണ്ടത്. ഇവിടുന്ന് ഇങ്ങനെ മേളിലേക്ക് പടവുകൾ കയറി മേളിലേക്ക് ചെല്ലുന്നത് സ്റ്റാച്ചു കാണാനായിട്ട് പോകാം. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്ത് വേണം കയറി പോകാൻ. നമുക്ക് നോക്കാം അവിടുത്തെ ടിക്കറ്റ് ചാർജൊക്കെ എങ്ങനെയാണ്. ടിക്കറ്റ് ചാർജ് നമുക്ക് എല്ലാവർക്കും കൂടെ 105 രൂപയായി കേട്ടോ. വലിയ ആൾക്കാർക്ക് 25 രൂപ, പിള്ളേർക്ക് 15 രൂപ. കയറാം. കുറേ സ്റ്റെപ്പ് കയറാറുണ്ട് കേട്ടോ. കുറേ സ്റ്റെപ്പ് കയറിയാലേ മേളിൽ ചെല്ലത്തുള്ളൂ. കയറി വാ. കുഞ്ഞി നടത്തം എടുത്തോ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കയറ്റമുണ്ടോ? കാറ്റുണ്ടോ? ഉണ്ടോ? അമ്മ അതൊക്കെ കയറി വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ തമിഴ്നാട് വ്യൂ കിട്ടുന്ന ഭാഗത്താണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ആ കാണുന്ന മലയുടെ മുകളിൽ കയറണം. രാമക്കല്ലെന്ന് പറയുന്നത് അതാണ്. അവിടെ നിന്നേച്ച് ഉള്ള വ്യൂ നമുക്ക് പോയി നോക്കാം. കാട്ടിക്കൂടെ കയറി പോവാണോ?
എല്ലാവരും നടന്ന് മടുത്ത് താഴേന്ന് കയറി വരുന്നതേ ഉള്ളൂ. ഇതാണ് രാമക്കൽമേടിൻ്റെ മെയിൻ ഒരു ദൃശ്യമാണിത്. കുറവൻ കുറത്തി സ്റ്റാച്യു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പക്ഷിയാണ് വേഴാമ്പൽ. വേഴാമ്പലിൻ്റെ ഒരു വലിയ ശില്പം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കൂടെ നമുക്ക് മേളിൽ കയറാം കേട്ടോ. ഇത് നമ്മൾ തമിഴ്നാട് വഴി വന്ന സ്ഥലങ്ങളൊക്കെയാണ്. തമിഴ്നാട് കോമ്പ, രാമക്കൽമേട് അടിവാരമൊക്കെയാണ് താഴെ കാണുന്നത്. ഇതിപ്പോൾ രാമക്കൽമേടിൻ്റെ മുകൾ ഭാഗമാണ്. ആ വരുന്ന ആ വഴി കണ്ടോ, അത് നമ്മൾ സ്റ്റെപ്പ് കയറിയല്ല വന്നേ. അതല്ലാതെ അപ്പുറത്തൂടെ കറങ്ങി മേളിൽ ഇതിൻ്റെ മേളുവശത്ത് വരുന്ന ഒരു വഴിയാണ്. അതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഇങ്ങനെ വന്ന് ഇതിലേ കയറി വരാം. പിള്ളേർക്കുള്ള പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്കുള്ള പാർക്കാണ് കേട്ടോ. വലിയവർക്കും കയറാം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അകത്ത് കയറി നമുക്ക് ഇതിനകത്തൊക്കെ കയറി കറങ്ങിപ്പോരാം. കുഞ്ഞി പാർക്കിൽ കയറണോ? വേണ്ടേ? നമ്മൾ വന്ന വണ്ടി നമ്മൾ താഴെ വശത്താണ് പാർക്ക് ചെയ്തത്. അവിടുന്ന് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ മേളുവശത്തൊരു പാർക്കിംഗ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ താഴെ നടക്കാൻ വയ്യാത്ത ആൾക്കാർക്കൊക്കെ ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നൊരു എൻട്രൻസ് ഉണ്ട്. ഇതിലേ ഇങ്ങോട്ട് കയറി വരാവുന്നതാണ്. എങ്ങനെയുണ്ട്? രാമക്കൽമേടിൻ്റെ മേളുവശത്ത് വന്നിട്ട് ഇവിടെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? പിന്നെ അതൊക്കെ നല്ല പുൽമേടുകളൊക്കെയാണ്. നല്ല രസമാണ്. നടപ്പുവഴിയൊക്കെ പോകുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം ചുമ്മാ. നല്ല രസമാണ് കേട്ടോ. ഇവിടെ നല്ല വ്യൂ ആണ്. ഇതിലേ ഇങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് ഈ തമിഴ്നാടിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ. ഇവിടെ ഒന്ന് പോയി നോക്കാവേ. നടന്നു പോകാനുള്ള വഴിയാണ്. നമുക്കൊന്ന് പോയി നോക്കാം. നമുക്കൊന്ന് ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കിയാലോ? ചൂടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ? എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ. നല്ല കാറ്റുണ്ട്. തമിഴ്നാട് മൊത്തം കാണാം. ഇന്നലെ നമ്മൾ പോയ വഴിയില്ല വഴി കാണുന്നത്. ആ കല്ലിൻ്റെ മണ്ടേ കണ്ട ആൾക്കാർ ഇറങ്ങുകയും ചെയ്യുന്നത്, കയറുകയും ചെയ്യുന്നു.
രാമക്കൽമേടിൻ്റെ മേളിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. നല്ല കയറ്റമാണെന്നാ തോന്നുന്നു. ആ നല്ല കയറ്റം അങ്ങ് എല്ലെങ്കിൽ ഇച്ചിരി പാടാം. നിൽക്കണം. ഈ പിള്ളേരോടെ വരട്ടെ, പിള്ളേരോടെ വന്നിട്ട് പോകും. ഒരു വെള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആ വെറുതെ ബാബാ സമയം പോകുന്നു. ഇത് തമിഴ്നാടിൻ്റെ ഫോറസ്റ്റിനകത്തൂടുള്ള റൂട്ടാണ് കേട്ടോ. ഒരപ്പൂപ്പൻ പോലെ വഴിയൊക്കെ കുത്തിപ്പിടിച്ച് പോകോ. ഇവർ കയറി പോയിട്ട് നമുക്ക് കയറി പോകാം കേട്ടോ. അവർ കയറി പോകുന്ന അവർ തന്നെ കഷ്ടിച്ച് പാടുപെട്ടൊക്കെയാണ് കയറി പോകുന്നത്. അല്ല അതിലൂടെ പോകാം. അതിലെ കയറാൻ വഴിയുണ്ട്, നമുക്ക് ഇതിലെ കയറി പോയി നോക്കാം. അത് കയറിപ്പോ അല്ലെങ്കിൽ പിന്നെ അതിന് പാറ വഴി വേണം കയറിപ്പോ. ആ വേണ്ട. രാമക്കൽമേടിൻ്റെ മുകൾ വശമാണ്. രാമക്കൽമേടിൻ്റെ അതിമനോഹരമായ ദൃശ്യമാണ് കേട്ടോ. ഇടുക്കി അത്ര സുന്ദരി. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് രാമക്കൽമേട്. രാമക്കൽമേടിൻ്റെ വിദൂര ദൃശ്യങ്ങളാണ് കേട്ടോ. ഭയങ്കരമായ കുഴിയാണ്. വൈകുന്നേരം ആയി കഴിയുമ്പോഴത്തേക്കിനുമേ നല്ല രസമല്ലേ ഇവിടെ കാണാൻ. ആ ഭയങ്കര കാറ്റാണ് കേട്ടോ. വഴി താഴോട്ട് ഇറങ്ങി പോകും കേട്ടോ. എങ്ങനെയുണ്ട് രാമക്കൽമേടിൻ്റെ മേളിലെ വ്യൂ? എങ്ങനെയുണ്ട്? ആണോ? താഴത്തെ കായലുമൊക്കെ സൂപ്പറല്ലേ? താഴെ നിൽക്കുമ്പോഴേ ഇത്രയൊരു വ്യൂ മേളിൽ നിന്നുണ്ടെന്ന് അറിയത്തില്ല അല്ലേ? എവിടെയാ?
ബോക്സ് പോലെ തന്നെ. രംഗനാഥർ കോവിലിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആയത്, രാമക്കൽമേടിൻ്റെ മുകളിൽ നിന്ന് കാണുന്നത്. അതേ മല കണ്ടോ ഇറങ്ങി വരുന്നത്. അത് കോടമഞ്ഞിറങ്ങി.